ഇന്ന് നമുക്ക് പുഡിംഗ് റെഡിയാക്കാം. ഞാനിവിടെ ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ പുഡിംഗ് റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് പാർട്ടികളിലൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന ഒരു ഐറ്റമാണ് പുഡിംഗ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരുപാട് ടൈപ്പ് പുഡിംഗ് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണ് എങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ക്യാരറ്റ് തന്നെ നമ്മൾ വേറൊരു ടൈപ്പിലും പുഡിംഗ് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഈ പുഡിംഗ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മൾ ഒരുപാട് പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പുഡിങ്ങൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരു ക്യാരറ്റിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് കട്ടിയിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്നൊന്നും കുക്കാകത്തില്ല. ഇതുപോലെ കട്ടി കുറച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിത് കുക്കറിനകത്താണ് വേവിക്കുന്നത്. കുക്കറിനകത്തേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ഈ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് ഇനി വേറെ ഒന്നും ചേർക്കണ്ട. വെള്ളവും ക്യാരറ്റും മാത്രം ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ വെച്ചേക്കാം. ഞാൻ തീ ഓണാക്കിയിട്ടുണ്ട്. അങ്ങനെ 3-4 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. നല്ലപോലെ അതിനകത്തുള്ള പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ക്യാരറ്റ് വെന്തിട്ടുണ്ടോ നോക്കാം. ഇതുപോലെ വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം തന്നെ നമുക്കറിയാം ഇത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ല പോലെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കാണാം. ഇനി നമുക്കിതിനകത്തേക്ക് ചൈന ഗ്രാസ് വേണം. ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഞാൻ ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ശകലം പാലൊഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. നല്ല പോലെ അരച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാല് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഈ സമയം ഞാൻ അടുത്ത സ്റ്റൗവിൽ തീ ഓണാക്കിയിട്ട് ചൈന ഗ്രാസും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തുള്ള വെള്ളത്തോട് കൂടി തന്നെയാണ് വെച്ചിട്ടുള്ളത്. നല്ല പോലെ സോക്കായിട്ടുണ്ട് ചൈന ഗ്രാസ്. നമുക്ക് പാലിൻ്റെ സ്റ്റൗവും ഓണാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല, കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നേ ഉള്ളൂ. ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. രണ്ടും ഒരുപോലെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ടിലേക്കും സെപ്പറേറ്റ് സ്പൂണൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പാല് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പോലെ പാലൊന്ന് ചൂടായാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. അരിച്ചിട്ടൊന്നും ചേർക്കണ്ട. നമ്മളിനി ഇത് ട്രേയിൽ ഒഴിക്കുമ്പോൾ നല്ല പോലെ ഒന്ന് അരിച്ചിട്ടാണ് ചേർക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ട്രേയിലേക്ക് ഇതുപോലെ അരിപ്പയിലൂടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ ക്യാരറ്റിൻ്റെ എന്തെങ്കിലും അരയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് പെട്ടോളും. അതുപോലെ ചൈന ഗ്രാസിൻ്റെ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് പുറത്ത് തന്നെ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മേളിലായിട്ട് ഇതുപോലെ ബബിളായിട്ട് കിടക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ പുഡിങ് സെറ്റാകുമ്പോൾ അത് നമുക്ക് നല്ല പോലെ ഒരു ഭംഗിയായിട്ട് കിട്ടില്ല. ചെറുതായിട്ടൊന്ന് സെറ്റായി എന്ന് കണ്ടാൽ ഉടനെ തന്നെ നമുക്കിതിൻ്റെ മുകളിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇത് നല്ലപോലെ ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ല പോലെ സെറ്റായതിന് ശേഷം മാത്രം എടുക്കുക.
അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല പോലെ സെറ്റായിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നമ്മളിതിനകത്ത് 10 ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത കാരണം പെട്ടെന്ന് തന്നെ സെറ്റായിട്ടൊക്കെ കിട്ടും കേട്ടോ. ക്രീമി ആയിട്ടല്ല, നല്ല പോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് പീസാക്കി തന്നെ നമുക്ക് എടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല പോലെ സെറ്റായിട്ടുണ്ട് എന്നുള്ളത്. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് പാർട്ടികളൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം.